ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റെയിൻബോ പ്ലാന്റർ എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന കൂട്ടുകാർക്ക് മനസ്സിലാവും ഞാൻ എവിടെയാണ് പോകുന്നതെന്ന്. കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ. അപ്പോൾ അവിടെ തന്നെയാണ് എനിക്ക് കൂടുതലും പോകാൻ ഇഷ്ടമുള്ളതും. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറച്ച് ചെടികൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാം കേട്ടോ. പക്ഷെ കുറച്ച് പോട്ട്സുകളൊക്കെ ഇത്തിരി പണ്ടത്തെക്കാളും വില കൂടിയിട്ടുണ്ട്. ഏതൊക്കെ തരത്തിലെ പോട്ട്സുകളാണോ അതെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ ഈ പോക്കിൻ്റെ ഉദ്ദേശം വേറെ ഒന്നുകൂടിയുണ്ട്. ഗാർഡൻ അടുക്കളത്തോട്ടം എല്ലാം മഴയോടെയും നോമ്പോടുകൂടിയും ഞാൻ അത്ര നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ അത്യാവശ്യം വേണ്ട കുറച്ച് ഇലവർഗ്ഗങ്ങൾ, ചീര, പൊന്നാങ്കണ്ണി ചീര, അതുപോലെ തന്നെ അകത്തിച്ചീര, ഇത് മാത്രമൊക്കെ തന്നെയാണ് എനിക്ക് കിട്ടുന്നത്, മുളക്. അപ്പോൾ അത് മാത്രമായിട്ട് ഒതുക്കാൻ ഞാൻ തയ്യാറല്ല. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ച് കുറച്ച് സീഡ്സും പിന്നെ വെജിറ്റബിൾസിൻ്റെ ചെടികളും ഒന്ന് വാങ്ങാനായിട്ടാണ് വന്നത് കേട്ടോ. പക്ഷേ നമ്മൾ എപ്പോൾ പോയിരുന്നാലും വൈകിട്ട് 5:30 മണി 5 മണി ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ പോകുമ്പോഴേക്കും ഏകദേശം നല്ല ചെടികളൊക്കെ ആരോഗ്യമുള്ളതൊക്കെ ഒരുപാട് ആൾക്കാർ എടുത്തുകൊണ്ട് പോകും. പിന്നെ അത്രയും ടൈം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്താൽ കുറച്ചെങ്കിലും നമുക്ക് നല്ലത് നോക്കിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അടുക്കളത്തോട്ടം ഒരുക്കുന്നതിൻ്റെ തിരക്കിലായതുകൊണ്ടാണ് ഇറങ്ങാൻ നല്ല വൈകിയത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് പോട്ടുകൾ വാങ്ങാൻ പോയതാണ്. പോട്ട് നമ്മൾ വിചാരിച്ചു അടുക്കളത്തോട്ടത്തിലായിരുന്നാൽ കുറച്ച് ഗ്രോ ബാഗ് ഇതിന് മുമ്പേ വാങ്ങിയത് കുറേ ബാലൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ചട്ടികളിനകത്ത് വെക്കാൻ, ടൊമാറ്റോ ഒക്കെ ചട്ടിയിൽ വെച്ചപ്പോൾ എനിക്ക് ഒത്തിരി ഈൽഡ് കിട്ടിയെന്ന്. തറയിൽ വയ്ക്കുമ്പോൾ പെട്ടെന്ന് മണ്ണിൽ നിന്നും ഈ അണുക്കൾ ഈ ചെടിയെ ബാധിക്കുന്നുണ്ട്, പെട്ടെന്ന് വാട്ടരോഗം ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ചട്ടികളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് പ്രത്യേക കെയർ ചെയ്യാനും അതിലെനിക്ക് ഈൽഡ് കൂടുതൽ കിട്ടുന്നതായിട്ടും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. തറയിൽ വെക്കുന്നത് അത് ശോഷിച്ച് നല്ല ഈർക്കിൽ പോലെ വന്നിട്ട് അതിൽ 1-2 ടൊമാറ്റോ, പക്ഷേ അത് വന്ന് വിണ്ട് കീറി പോവുകയും ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയൊക്കെ ഞാൻ നോക്കിയിട്ട് അത് അങ്ങനെ വരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പോട്ടിൽ വെക്കാമെന്ന് വിചാരിച്ചാണ്. ഒരു 10 പോട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട്, പഴയതല്ലാതെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ വെച്ചും അല്ലാതെ കുറച്ച് കുറച്ചായിട്ട് വാങ്ങാം. എല്ലാം കൂടെ ഒരുമിച്ചാകുമ്പോൾ നമ്മുടെ പൈസക്ക് ശരിയാവില്ല. അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ 10 പോട്ടും അല്ലാതെ ഞാൻ കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ലീഫി പ്ലാന്റ്സും വാങ്ങി അതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് പോട്ടുകളാണ് ഇപ്പോൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഇവിടെ വന്ന് വാങ്ങുന്നത് പോലൊരു തൃപ്തി വേറെ ഏത് ഗാർഡനിൽ പോയാലും കിട്ടില്ല. ഞാൻ വേറൊരു ഗാർഡനിലും കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഗ്രീൻ ഗാർഡൻ അല്ലാതെ വേറൊരു ഗാർഡൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളതാണ്. പക്ഷേ നല്ല വെറൈറ്റി ചെടികളൊക്കെ ഉണ്ട്. വിലയെന്ന് പറയുന്നത് നമുക്കെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാവേ. പിന്നെ ഇവിടെ ഈ ഗാർഡനിൽ ആവശ്യമായിട്ടുള്ള ആക്സസറീസ് ഉണ്ടല്ലോ, അതെല്ലാം ഉണ്ട്. ഏതെല്ലാം തരത്തിലെ പോട്ടുകളുണ്ടോ അതെല്ലാം ഇവിടെ തന്നെ. നമുക്ക് ഒരു ദിവസം ഉച്ചയ്ക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വിത്ത് മുതൽ ചെടി, ഇൻഡോർ പ്ലാന്റ്സ്, ഔട്ട്ഡോർ പ്ലാന്റ്സ്, ബോൺസായി വേണോ ബോൺസായി, വളങ്ങൾ, രാസവളങ്ങളും ജൈവവളങ്ങളും, അതുപോലെ തന്നെ നമുക്ക് അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന ചെടിച്ചട്ടികൾ, പൂക്കൾ, ഫ്ലവർ വേസ്, അങ്ങനെ ആർട്ടിഫിഷ്യൽ ഫ്ലവർ വേസ്, അങ്ങനെ എല്ലാം എന്തൊക്കെ വേണോ അതെല്ലാം അവിടെ ഉണ്ട് കേട്ടോ. അതാണ് ഏറ്റവും നല്ല ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് ഇറങ്ങേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഇത് ഒറ്റ വരവിന് തന്നെ പല കാര്യങ്ങളും ഒരുമിച്ച് നടക്കും. അങ്ങനെ ഇൻഡോറിലാണ് ഇപ്രാവശ്യം ഞാൻ പ്രത്യേകം വീഡിയോ എടുത്തത്. ഒരുപാട് ആൾക്കാർക്ക് ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ച്, അവിടുത്തെ കളക്ഷനെ കുറിച്ച് അറിയണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ ട്രിവാൻഡ്രത്ത് വരുന്ന ടൈം 5-6 പേര് വാങ്ങിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് സന്തോഷമായിട്ട്, അവർക്കും സന്തോഷമായി. കാരണം അവർ വന്ന് പൈസ നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നിട്ട് അത് നമുക്ക് നഷ്ടമായില്ല. നല്ല ലാഭത്തിൽ ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സുകളും അല്ലാതെ വെജിറ്റബിൾസിൻ്റെ സീഡ്സും ചെടികളൊക്കെ അവർക്ക് വാങ്ങാൻ പറ്റി. അത് നല്ല സന്തോഷമായി. ഇനിയും വരുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിനി പോകുമ്പോൾ കുഴിപ്പള്ളത്തിൻ്റെ വീഡിയോ ഇട്ട് എന്നിരുന്നാലും നമുക്ക് വേണ്ടി കുറച്ച് ക്ലിപ്പുകൾ, പ്രത്യേകിച്ച് ഇൻഡോറിൻ്റെ സെക്ഷനിൽ കുറച്ച് ക്ലിപ്പുകൾ എടുത്ത് വെക്കണം. അപ്പോൾ പോകുന്ന ടൈം നമുക്കത് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞു. കണ്ടില്ല, ഇതൊക്കെ വിലയ്ക്ക് ഓക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇവിടെയാണ് പോകുന്നതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ വില നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിനേക്കാളും വില കുറച്ച് ട്രിവാൻഡ്രത്തെ ഏതെങ്കിലും നഴ്സറി ഉണ്ടെങ്കിൽ പറയും, നമ്മൾ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാം.
അപ്പോൾ ഇത് നമ്മൾ റെഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അത് 100 രൂപ എന്താണ് വെച്ചേക്കുന്നത് കേട്ടോ. കൊള്ളാം. ഒരുപാട് അഗ്ലോണിമയുടെ വെറൈറ്റീസ് ഒരുപാടുണ്ട്. ഹോയ പ്ലാന്റ്സ് ഉണ്ട്. ഹോയയുടെ ഒരു 5 വെറൈറ്റി പുതിയതായിട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ വില എനിക്കിപ്പോൾ അതൊന്നും വാങ്ങിക്കാനുള്ള ഒരു ത്രാണിയില്ലാത്തതുകൊണ്ട് അവിടേക്കൊന്നും ഞാൻ അത്ര പോയില്ല. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് 2-3 ചെടികൾ എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വെജിറ്റബിൾസിൻ്റെ ചെടികളൊക്കെ കുറച്ച് എടുത്തപ്പോഴേക്കും കാറിൽ ഇനി വയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് താൽക്കാലികമായിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. മോണിറ്റൈസ് പോലും ആവാത്ത ചാനലാണ്. നിങ്ങൾ എന്നെ വിശ്വസിച്ച് ചാനൽ കാണുന്ന എൻ്റെ കുറച്ച് കൂട്ടുകാർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോസൊക്കെ ഞാൻ ഇപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ വളർന്നു വന്നതാണ്. പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഒപ്പം വാങ്ങിയവർക്കൊക്കെ ഇപ്പോഴും അതിൻ്റെ ബേബി പ്ലാന്റ്സൊക്കെ വന്ന് നല്ല രീതിയിൽ ഗ്രോത്ത് കാണുന്നുണ്ട്. അതിന് എന്ത് സംഭവിച്ചെന്നൊരു പിടിയില്ല കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുള്ള ചെടിയാണ്. അതുപോലെ തന്നെ മണി പ്ലാന്റ്, ഇത് നന്നായിട്ട് അവിടെ മൂവ് ആവുന്ന ഒരു പ്ലാന്റ്സാണ് കേട്ടോ. ഇതുപോലെ തന്നെ ഈ പാമ്പും ഇതിവിടെ നിന്നാണ് ഞാനൊന്ന് 150 രൂപയ്ക്ക് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഇനി അതിന് സ്പ്ലിറ്റ് ചെയ്ത് 2-3 ചട്ടികളിലായിട്ട് ആക്കണം കേട്ടോ. എന്ന് വെച്ചാൽ ഒന്നിൽ തന്നെ ഏകദേശം 10 ചെടികളോളം ഒരുമിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ കാണാനും അത് ഇഷ്ടമാണ്. എന്നിരുന്നാലും ഇനി കുറച്ചൊന്ന് മാറ്റി സിറ്റ് ഔട്ടിലേക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ഇനി രണ്ടാമത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അത് ഒരുപാട് ബേബി പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ ആന്തൂറിയത്തിൻ്റെ ഒരു 7 വെറൈറ്റി ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ പീസ് ലില്ലി ഞാൻ അന്ന് വന്നപ്പോൾ ഇതിൽ ഫ്ലവർ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയ ചെടികളാട്ടോ. ഇതിൻ്റെ പേരൊന്നും എന്നെ ചോദിക്കരുത്, ഇതെല്ലാം ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഇത് വൈറ്റ് കളറിലെ ഒരു പൂവാണ് വരുന്നത്. നമ്മുടെ ലില്ലിയുടെ വർഗ്ഗത്തിൽപ്പെട്ടതാണ്. അവർ പറയുന്നത് നല്ല ഭംഗിയായിരിക്കും, ബൾബ് പോലെ ആണ് അതിൻ്റെ പൂക്കൾ എന്ന് പറയുന്നു. എന്തായാലും പൂ വരാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ചെടിയും ഇത് 200 രൂപയാണ്. ഞാൻ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് എനിക്ക് 150 രൂപയ്ക്ക് തന്നു. കുറേ കാലമായിട്ട് വിചാരിക്കുന്നു. കോളാമ്പി ചെടിയുടെ വേറൊരു വെറൈറ്റിയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതിൻ്റെ പൂ വിരിഞ്ഞ് നിൽക്കുന്നത് ഞാൻ അവിടെ കണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഭംഗി കണ്ടിട്ടാണ് എടുത്തത് കേട്ടോ. പിന്നെ ഈ ലീഫി പ്ലാന്റ്സ്, ഇത് നല്ല വെൽവെറ്റിൻ്റെ ടെക്സ്ചറാണ് കേട്ടോ. നല്ല ഒരു പർപ്പിൾ കളറാണോ പിങ്കാണോ എന്ന് പറയാൻ പറ്റാത്ത, അത് ഞാൻ സിറ്റ് ഔട്ടിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി 3 എടുത്തായിരുന്നു. അല്ലാതെ ബോർഡറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൊള്ളാം. അവർ പറഞ്ഞു അത് 2-1 കൊണ്ട് വെച്ചാൽ മതി, വളരെ പെട്ടെന്ന് സ്പ്രെഡാവും എന്ന്. പക്ഷേ എനിക്കിത് ഈ ലീഫാണ് നല്ല ഇഷ്ടപ്പെട്ടത്. നമ്മൾ ഈ പപ്പടത്തിൻ്റെ പുറത്ത് തൊടുന്നത് പോലെ നല്ല പുള്ളിയ ഇല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ കത്തിരിക്ക, വഴുതനങ്ങ, ടൊമാറ്റോ, ഇതൊക്കെ ഞാൻ കുറച്ചേ വാങ്ങിയുള്ളൂ. 6-5 ഒക്കെ വെച്ച് വാങ്ങി. കാരണം എൻ്റെ ഒരു സീഡ്സ് ഉണ്ട്. സീഡ്സ് ഇട്ട് ഒന്ന് മുളപ്പിച്ച് വളർത്തി നോക്കാം എങ്ങനെയായിരിക്കും എന്ന് പിന്നെ വാങ്ങിയത്. ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കുകയാണ് ഈ വാട്ടർ ക്യാന്. അത് ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കുന്നു. വെച്ചാൽ സിറ്റ് ഔട്ടിൽ ബാൽക്കണിയിലൊക്കെ ഇരിക്കുന്നില്ലേ ചെടികൾക്കൊക്കെ, കപ്പിൽ കൊണ്ടുവന്ന് ഒഴിക്കുന്നതിനേക്കാളും ഇത് കുറച്ചുകൂടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനത് ഉപയോഗിച്ച് നോക്കി. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയ ക്യാന്. നല്ല പ്ലാസ്റ്റിക്കും കൊള്ളാം, നല്ല പ്ലാസ്റ്റിക്കാണ്. പിന്നെ ഈ പോട്ടാണ്, 10 പോട്ട് എടുത്ത് വെച്ച് അതിൽ 2 മായാജാലം പോലെ പോയി. ഇതാണ് ഞാൻ വെൽവെറ്റ് പോലെ ഇരിക്കുന്നില്ലേ ആ ചെടി വെക്കാൻ വേണ്ടി വാങ്ങിയത്. ഇത് 2 പോട്ടോടെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന വഴുതനങ്ങയാണ് കേട്ടോ. അവിടെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ DAP ഇട്ടിട്ടുണ്ട്. എനിക്കത് അത്ര പിടിച്ചില്ല. എനിക്ക് കെമിക്കൽ ചെയ്യുന്നതിനോട് അത്ര താല്പര്യമില്ല. അവർ പറഞ്ഞു 2 ആഴ്ചത്തേക്ക് ഇനി വളമൊന്നും ഇടണ്ട, അതിന് ശേഷം നിങ്ങൾ ജൈവവളം ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടി വാടിപ്പോകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും റെയിൻബോ പ്ലാന്റർ എന്ന ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.